ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ. അപ്പോൾ അതാണല്ലോ ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉള്ള ഒന്ന് രണ്ട് സംശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കരാറ് ഇന്ത്യക്ക് അനുകൂലമാണോ അതോ അമേരിക്കയ്ക്ക് അനുകൂലമായാണോ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഡൗട്ട്. കാരണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് കയറ്റിവിടുമ്പോൾ നിലവിൽ 50% തീരുവയാണ് ഉണ്ടായിരുന്നത്. അത് 2025 ഓഗസ്റ്റ് വരെ 25% തീരുവയായിരുന്നു. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് സ്ഥിരമായി എണ്ണ വാങ്ങാൻ തുടങ്ങിയതിന് ശേഷം അമേരിക്ക അത് 50% തീരുവയാക്കി ഉയർത്തി. അപ്പോൾ ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്കും ചൈനയ്ക്കും 50% എന്നുള്ള രീതിയിലേക്ക് അന്ന് ഉയർത്തിയിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനത്തിനെ അവരിപ്പോൾ 18% കുറയ്ക്കാം എന്ന പ്രഭാതത്തിൽ പെട്ടെന്നൊരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ ആ ഒരു ട്വീറ്റിൽ പറയുന്നത് ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ഇനി അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുമ്പോൾ 18% തീരുവ മാത്രം നൽകിയാൽ മതിയാവും, ബാക്കിയുള്ളത് നിങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാരണമാകുമെന്നാണ് ട്രംപ് അതിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ അതേ സ്ഥാനത്ത് അമേരിക്കയുടെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ 0% താരിഫ് ഉൾപ്പെടുത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അതിൽ നിന്ന് ഈ ഒരു ട്രേഡിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം ഇവിടെ നിന്ന് കയറ്റിവിടുന്ന സാധനങ്ങൾക്ക് എന്തായാലും 18% തീരുവ കൊടുക്കണം. ഇത് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾക്കാകട്ടെ അത് യഥേഷ്ടം ഇന്ത്യയിലേക്ക് ഒഴുകാൻ പോവുകയാണ്. അമേരിക്കയുടെ സാധനങ്ങൾ, അത് കാർഷിക മേഖലയിലുള്ള സാധനങ്ങളായാലും അതുപോലെ തന്നെ ടെക്നോളജി പരമായ സാധനങ്ങളായാലും ഇൻഡസ്ട്രിയൽ സാധനങ്ങളായാലും എല്ലാം അമേരിക്കയുടെ ഒരു ഡംപ് ചെയ്യേണ്ട ഒരു സ്ഥാനമായി ഇന്ത്യ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് $500 ബില്യൺ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒഴുകാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഈ ട്രേഡിലൂടെ. എന്ന് വെച്ചാൽ $500 ബില്യൺ എന്ന് വെച്ചാൽ 44 ലക്ഷം കോടി രൂപ. ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയുടെ മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഗുണം അമേരിക്കയ്ക്ക് കിട്ടുമ്പോൾ തിരിച്ച് ഇന്ത്യക്ക് കിട്ടുന്നതോ, ഇന്ത്യക്ക് 0 താരിഫാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏർപ്പെടുത്തേണ്ടതെന്നാണ് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ട്രേഡ് കൊണ്ട് ഇന്ത്യക്ക് പൊതുവെ വലിയ ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ പ്രധാന ഉൽപ്പന്നങ്ങളായ ഫ്രൂട്ട്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വൈൻ, അതുപോലെ മദ്യം, അപ്പൊ അതെല്ലാം യഥേഷ്ടം ഇങ്ങോട്ട് ഒഴുകാൻ പോവുകയാണ്. അപ്പോൾ അവർ അതെല്ലാം 0% ഇങ്ങോട്ട് കയറ്റി വിടുമ്പോൾ ഇവിടുത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെല്ലാം അതിനൊക്കെ ഇനി നിലനിൽപ്പുണ്ടോ എന്ന് തന്നെയാണ് സംശയം. കാരണം അത് മാത്രമല്ല, ഏതാണ്ട് 85% ആളുകളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ വലിയ രീതിയിൽ കർഷകരെ കടക്കണിയിലാക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കാനും അത്തരത്തിൽ അവർ വലിയ പ്രതിസന്ധിയിലാക്കാനും ഒക്കെ ഇടയാക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡീല് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ടേഴ്സിന് പോലും വലിയ ഒരു നേട്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം നിലവിൽ എക്സ്പോർട്ട് മേഖല വളരെ നഷ്ടത്തിലാണ്. 25% തീരുവ എന്നുള്ളത് 18% ആക്കുമ്പോഴും അതിലും വീണ്ടും ഒരുപാട് താരിഫ്, ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിലവിൽ നഷ്ടമാണ്. അപ്പൊ അതേ സ്ഥാനത്ത് അമേരിക്കയുടെ പ്രോഡക്റ്റ് ഇവിടെ വരുമ്പോൾ 0% കൊടുക്കുമ്പോൾ ഇത് ആർക്കും വിധേയപ്പെട്ട് ചെയ്യുന്നത് പോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഒരു ഡീലിന് ഓക്കെ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാഖി രാമവാനം അമേരിക്കൻ പ്രസിഡന്റ് ഒരു ട്വീറ്റ് ചെയ്യാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ കുറച്ച് ദിവസങ്ങളായി ട്വീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് പാകിസ്ഥാനുമായ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നടന്ന വിഷയങ്ങളായാലും അമേരിക്കൻ പ്രസിഡന്റ് അങ്ങ് ട്വീറ്റ് ചെയ്യുകയാണ്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനുശേഷമാണ് ഇന്ത്യ തന്നെ തീരുമാനം എടുക്കുന്നത്. ഇന്ത്യയുടെ പല തീരുമാനങ്ങളും അമേരിക്കയാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇന്ത്യ മൂല്യം പോവുകയാണ്. ഒരു വിധേയത്വമാണ് നരേന്ദ്രമോദി ട്രംപിന് മുമ്പ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള വിധേയത്വമാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഒരു കർഷക രാഷ്ട്രമാണ്. അതാണ്ട് കാർഷിക ഉപജീവനം നടത്തുന്നവരാണ്. അതാണ്ട് 68% ആളുകളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ഈ യഥേഷ്ട അമേരിക്കയുടെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഒഴുകുമ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കാനും അവർ വലിയ പ്രതിസന്ധിയിലാവാനും ആത്മഹത്യയിലേക്ക് വരെ നയിക്കാൻ ഇടയാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ കഴിഞ്ഞ 11 വർഷത്തോളമായി ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആത്മഹത്യകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കർഷകരും കർഷക തൊഴിലാളികളും കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയാണ്. സർക്കാരിന്റെ പല വികലമായ ഒരു രീതിക്കുമെതിരെ നമുക്ക് ജീവിക്കാൻ ഒരു നിർവാഹമില്ലാതെ പ്രതിസന്ധിയിലായി, കടക്കണിയിലായി, അവരുടെ വിളയ്ക്ക് വേണ്ട വില കിട്ടാതെ ആത്മഹത്യയിലേക്ക് അവർ പോയിട്ടുള്ളത്. ഏതാണ്ട് 5 ലക്ഷം വരുന്ന ആ ഒരു സംഖ്യയിലേക്ക് ആത്മഹത്യയുടെ ഒരു സംഖ്യ എത്തി നിൽക്കുന്നത്. അത് വലിയ ഞെട്ടിക്കുന്ന കണക്കാണ്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ തല വിളിക്കേണ്ട ഒരു സംഖ്യ തന്നെയാണത്. ഇത്രയും വലിയൊരു ഡീല് പ്രഖ്യാപിക്കുമ്പോൾ അത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ പീയൂഷ് ഗോയലും കാണിച്ചില്ല എന്നുള്ളതാണ് വളരെ സംശയകരമായ ഒരു കാര്യം. ഇതിൽ എന്തോ ഒരു സംശയകരമായ ഒരു ഡീൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഈ പാർലമെന്റിൽ ഇത് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു 5:30 ശേഷം വൈകുന്നേരം ഓൺലൈനായിട്ടാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഈ പ്രസ്താവന ഓൺലൈനായിട്ട് നടത്തിയ ഉദ്ദേശം മനസ്സിലായി. പാർലമെന്റിലെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഭയം, ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനകത്ത് എന്തോ കള്ളത്തിന് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ അവർ പിന്തുടർന്നത്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ആരുടെയെങ്കിലും മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ടോ, നമ്മളെ എല്ലാം ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഇപ്പൊ നിലവിൽ അമേരിക്ക പറയുന്നത് നമ്മൾ അനുസരിക്കുന്നു. അമേരിക്ക എവിടെ നിന്ന് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണ്ട,
അമേരിക്ക പറയുന്ന ആരുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കണം, ആരിൽ നിന്ന് ആയുധം വാങ്ങണം എന്നെല്ലാം അമേരിക്ക തീരുമാനിക്കുന്നു. നമ്മുടെ മോഡിജി എല്ലാം മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറാൻ മോഡി യെസ് ഓക്കെ എന്നും പറഞ്ഞിട്ട് എല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് നിലവിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളെല്ലാം അമേരിക്കയ്ക്ക് തൂക്കി വിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിലവിൽ വിറ്റിട്ടുണ്ടോ എന്നുള്ളതിൽ അതിൽ ഒരു ഉറപ്പില്ല. കാരണം മോഡിജി ഇതുവരെ ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. മോഡി രാത്രി ഒരു ട്വീറ്റ് ചെയ്തു, നമ്മുടെ പാർലമെന്റിനെക്കാളും പവറാണ് ഇന്ന് ഇലോൺ മസ്കിന്റെ എക്സിന് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പാർലമെന്റ് ഒരു അന്താരാഷ്ട്ര കരാറിനെ പറ്റിയിട്ട് പാർലമെന്റിലല്ലേ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ പാർലമെന്റ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു വൈദേശിക പ്രസിഡന്റ് ആണ് ആദ്യം ഇവിടുത്തെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് പ്രസ്താവന ഇറക്കുന്നത്, അതും ഒരു സാമൂഹ്യ മാധ്യമത്തിൽ. അപ്പോൾ അതിനെ എതിർത്ത് പറയാനോ അങ്ങനെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ അതിനെ വിശദമായി പറയാനോ ഒന്നും മോഡി തയ്യാറായിട്ടില്ല. മോഡി തിരിച്ച് അതേപോലെ ഒരു റീട്വീറ്റ് അല്ല ഒരു ട്വീറ്റ് അദ്ദേഹത്തിന് മറുപടി ട്വീറ്റ് ചെയ്ത് താങ്ക് യു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, എന്താണ് ആ ഡീല് കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർക്കും കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നൊന്നും അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മോദി അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞു. അതാണ് പ്രതിപക്ഷം ഇരു സഭകളിലും ഒരു പ്രതിഷേധം നടക്കും. സറണ്ടർ മോദി എന്നുള്ള ഒരു ടാഗ്ലൈനിൽ അവർ പ്രതിഷേധം നടത്തുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മോദി സറണ്ടർ ആയി കഴിഞ്ഞു. അമേരിക്ക പറയുന്നതിനപ്പുറത്തേക്ക് മോദിക്ക് പോകാൻ കഴിയാത്ത എന്തോ ഒന്ന് മോഡിയെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഒരു ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് കുറച്ച് നാളുകളായി മാധ്യമങ്ങളിൽ നമ്മുടെ ലോകം മുഴുവൻ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു ലൈംഗിക കുറ്റവാളിയാണ്. അമേരിക്ക ഇപ്പൊ ഏത് രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയാലും ഇന്ത്യ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എല്ലാത്തിനും ഒരു മൗന അനുമതി കൊടുക്കുന്നു എന്നുള്ളതാണ് കുറച്ചു കാലമായി നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ ഇറാനെ ആക്രമിച്ചപ്പോ ഇന്ത്യ മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോ ഗ്രീൻലാൻഡ് വേണമെന്ന് അമേരിക്ക പറയുമ്പോൾ അതും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതുപോലെ നിക്കോളസ് മഡൂറോയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അദ്ദേഹത്തിന്റെ ഭാര്യ അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരു പ്രസ്താവന പോലും ഇന്ത്യ നടത്തിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇസ്രായേല് ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ ഇന്ത്യ ശക്തമായൊരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേരാൻ നയം എന്നുള്ള ഒരു രീതിയിൽ നിന്നും മാറി ഒരു ചേരിയിലേക്ക് മാറുന്ന രീതിയിലേക്കാണോ ഇന്ത്യയെ കൊണ്ട് നരേന്ദ്രമോദി എത്തിക്കുന്നത് എന്നുള്ളതാണ് സംശയം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ് ഉണ്ടല്ലോ, അപ്പൊ ഫയൽസിനകത്തുള്ള ചില ഉള്ളടക്കങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കും ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതനാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഈ അമേരിക്കയും ട്രംപും അദ്ദേഹത്തെ ലോക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അത്തരത്തിൽ ഒരു പേര് വന്നത് തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക്, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആള് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക വൈകൃതമുള്ള കുറ്റവാളിയുടെ ലിസ്റ്റിൽ എങ്ങനെ എത്തിയെന്നുള്ളതാണ് നമുക്ക് സംശയം. അപ്പോൾ അത് എത്തിപ്പെട്ടത് തന്നെ നമ്മുടെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എത്തപ്പെട്ടത് തന്നെ നമ്മുടെ ഓരോ ഇന്ത്യക്കാർക്കും വളരെ അപമാനകരം തന്നെയാണ്. ഇപ്പൊ മൈ ഫ്രണ്ട് മോഡിജിയോട് പറയാണ്, മോഡിജി ഇപ്പോ റഷ്യയുടെ എണ്ണ വാങ്ങണ്ട, ഇനി റഷ്യയായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടേണ്ട എന്ന് പറയുമ്പോൾ മോഡിജി അത് അംഗീകരിക്കുകയാണ്. ഇപ്പോ ട്രംപ് പറയുന്നത് നിങ്ങൾ വെനിസ്വേലയുടെ എണ്ണ വാങ്ങി, വെനിസ്വേലയുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്ന നിർത്തിയിട്ട് 6 വർഷത്തോളമായി. അന്ന് അമേരിക്ക പറഞ്ഞിരുന്നു വെനിസ്വേലയുടെ നിക്കോളസ് മഡൂറോ അയാൾ അമേരിക്ക പറഞ്ഞ കേൾക്കാം അമേരിക്കയുടെ ചെപ്പടി നിൽക്കാത്ത ആളാണെന്നുള്ളത് കാരണത്താൽ അന്ന് ഇന്ത്യ അവിടുത്തെ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. അപ്പൊ അങ്ങനെ 6 വർഷത്തോളമായി ഇന്ത്യ വെനിസ്വേലയുടെ എണ്ണ വാങ്ങിയിട്ട് ഇപ്പൊ നിലവിലിപ്പോ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിനെയാണ് അമേരിക്ക എതിർക്കുന്നത്. മോഡിയുടെ ഈ വല്ലാത്ത വിധേയത്വത്തിന് കാരണമെന്ന് ഞാൻ കരുതുന്നത് ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പല സെലിബ്രിറ്റികളുടെ പേരിനോടൊപ്പം നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇന്ത്യക്കാരെ നാണം കെടുത്തുന്ന വിഷയം. ജെഫ്രി എപ്സ്റ്റീൻസ് എന്ന് പറഞ്ഞ ആള് ഒരു ലൈംഗിക കുറ്റവാളിയാണ്. അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇസ്രായേലിലെ ഒരു ദ്വീപിനകത്ത് ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾക്കും മറ്റ് രാജ്യത്തിന്റെ തലവന്മാർക്കും എല്ലാം കൊണ്ടു കൊടുക്കുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത്. അദ്ദേഹം കുറെ കാലം ജയിലിലായിരുന്നു, പല സമയങ്ങളിലും ലൈംഗിക കൃത്യത്തിന് ജയിലിലായി, അതിനുശേഷം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ലിസ്റ്റിന്റെ ഒരു ഫയൽ പുറത്തിറങ്ങി. ആ ഫയൽ നിലവിലുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്കയുടെ കയ്യിലെന്ന് പറയുമ്പോൾ ട്രംപിന്റെ കയ്യിലാണ്. ട്രംപിന് അറിയാം ആരൊക്കെയാണ് ആ ഫയലിലുള്ളത്. അപ്പൊ അതിനകത്തുള്ള ആളുകളെല്ലാം ട്രംപ് ആ ഒരു പേരും പറഞ്ഞ് വരട്ടാനും അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കരാറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ ചേരാൻ നയം മാത്രം ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു ഇന്ത്യ, ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലേ ശീതയുദ്ധകാലത്തിൽ പോലും സോവിയറ്റ് യൂണിയനോട് ഒരു മമത ഉണ്ടായിരുന്നെങ്കിൽ അവരോടൊപ്പം നിൽക്കാതെ ഒരു വൻ ശക്തിയോടും ചേരാതെ അവരുടെ സ്വന്തം നിലപാടിൽ നിന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ചേരാ നയം എന്നുള്ള ഒരു നയത്തെ ആരുടെ മുന്നിലാണ് അടിയറ വെച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന് ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ.